2-2.5 മണിക്കൂർ കൊണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആ വിഷയത്തിന്റെ ആദ്യാവസാനം വരെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളെ കുറിച്ച് അറിയണ്ടേ? 2 മണിക്കൂർ നിങ്ങൾ ഈ സരസിലിരിക്കുന്നത് വെറുതെ ആവരുത്. 2.5 മണിക്കൂർ സരസിലിരിക്കുന്നത് നൗഷാദ് ബാഖവിയുടെ പ്രസംഗത്തെ അളക്കാനാകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, പഴയകാലത്ത് പാലോട് നിൽക്കുമ്പോ പ്രസംഗിച്ചതുപോലെ തന്നെയാണോ? അതല്ല കഴിഞ്ഞ വർഷം വന്ന് പറഞ്ഞതുപോലെ തന്നെയാണോ? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വളർച്ചയുണ്ടോ? ഉയർച്ചയുണ്ടോ എന്ന് നോക്കാറ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. കൂഫയുടെ പരിശുദ്ധമായ മണ്ണിന്റെ മലരായി മണവാളനായി മാണിക്യമുത്തായി കിടന്നിറങ്ങുന്ന അലി ഹൈദർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെ 2.5 മണിക്കൂർ ജീവിക്കാൻ എന്റെ കൊച്ചാലമോട് വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുക. എന്റെ പ്രിയമുള്ളവര്, അങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അത് പറയട്ടെ, ആരംഭ റസൂല് പറയട്ടെ. സഹാബികളൊക്കെ അത്ഭുതത്തോടുകൂടി മാത്രം കേട്ടുപോയ ഒരുപാട് ഹദീസുകളാണ് അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ് കേട്ടു, മൻമാത അലാ ഹുദ്ദിക ബഅദ മൗതിക ഖത്തമല്ലാഹു ലഹു ബിൽ അംനി വൽ ഈമാൻ. എന്റെ അലിയേ, നീ വഫാത്തായതിനു ശേഷം, നീ മരണപ്പെട്ടതിന് ശേഷം നിന്നെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ച് മരണപ്പെട്ടു പോയോ? അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ച് മരണപ്പെട്ടു പോയാൽ, എനിക്ക് അലിയാർ ഞങ്ങളെ വല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും മരണപ്പെട്ടു പോയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ നാവും നുബുവത്തിന്റെ വർത്തമാനമല്ലാതെ പറയില്ല പ്രിയപ്പെട്ടവര്. അല്ലാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ ആ മുത്ത് റസൂലിന്റെ നാവ് കൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയം വരെ ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല. ആരംഭ റസൂൽ പറയുന്നു, മൻമാത അലാ ഹുദ്ദിക, നിന്നെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ, നിന്നെ ഇഷ്ടപ്പെട്ടവരായിട്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ, ഖത്തമല്ലാഹു ലഹു ബിൽ അംനി വൽ ഈമാൻ, അവന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഈമാൻ കൊണ്ടും സുരക്ഷിതത്വം കൊണ്ടും സീല് ചെയ്യുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. 1.25 ലക്ഷത്തോളം വരുന്ന സഹാബി വര്യന്മാര് മുത്തുറസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു സഹാബിയെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ അലിയെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവനെ ഖബറിന്റെ അകത്ത് പേടിക്കണ്ട, അവന്റെ ഈമാൻ തോറ്റുപോയില്ല. അവന്റെ ഈമാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും നല്ല പദവിയില. എന്റെ പൊന്നുമോനെ, കോഴിക്കോട് ജില്ലയിലെ മുക്കമെന്ന് പറയുന്ന സ്ഥലത്ത് കാഞ്ചനമാല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് പ്രേമം അഭിനയിച്ചു പോയ മൊയ്തീന്റെ ജീവചരിത്രം കേൾക്കുന്നു. ആവേശം വന്നുകൊണ്ട് നിർത്തിപ്പോര പ്രണയങ്ങളുടെ പിന്നാലെ വാലാട്ടി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ഒരു സിനിമാ നടന് വേണ്ടി അതപ്പതിക്കാനുള്ളതല്ല പൊന്നുമോനെ നിന്റെ ജീവിതം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി കൊല നടത്താനും കൊല്ലിവെക്കാനും ചലഞ്ഞിറഞ്ഞുകൊണ്ട് നടറോഡിൽ കിടന്ന് വെട്ടേറ്റുകൊണ്ട് ഓടയിൽ പട്ടിയെ പോലെ ചത്തു വീടാനല്ലോ ഇസ്ലാമിന്റെ യുവത്വവേവന്റെ ജീവിതമെന്ന് തിരിച്ചറിയുക. എന്റെ പൊന്നുമോനെ, നീ ഇഷ്ടപ്പെടുന്ന സർവ്വതയും നിനക്ക് ദൂരേക്ക് വലിച്ചെറിയ. നിന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയാന്തരത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കിടന്നിട്ട് പിന്നത് സ്നേഹം കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കേണ്ടത് മഹാനായ അലിയിൽ കറമല്ലാഹു വജ്ഹഹു തങ്ങളെയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസുകൾ കേട്ടോ. ഇത് കേൾക്കുമ്പോഴാണ് 2.5 മണിക്കൂർ സമാധാനത്തോടെ ഇരുന്ന് ഞാൻ ആ ചരിത്രം ശ്രമിക്കുമ്പോ ആ പ്രവാചകന്റെ സന്തര സഹചാരിയായ അലിയാര് തങ്ങളോട് എനിക്കൊരു സ്നേഹം വരുന്നത്, നിനക്കൊരു ഇഷ്ടം വരുന്നത്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ അഹബ്ബ അലിയം ബിഖൽബിഹി, ആരെങ്കിലും ഖൽബ് കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടു പോയാൽ ഫലഹു സുലുസു സവാബു ഹാദിഹിൽ ജന്ന, അതോ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ 1/3 പ്രതിഫലം അവനുള്ളതാ. ഹൃദയം കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടു. ഉസ്താദ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ പ്രസംഗിച്ച് നടക്കാരനെ കൊണ്ട് പറ്റൂല. ഞാൻ അലിയാർ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് നാടുനീളെ പറഞ്ഞുകൊണ്ട് നടക്കാരനെ കൊണ്ട് പറ്റൂല. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ കൽബിലുള്ള ഇഷ്ടമാണ് എന്നൊരാൾ പറഞ്ഞാൽ ഈ ഉമ്മത്തുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ 1/3 അവനുള്ളതാണെന്ന് പറഞ്ഞത് ത്വാഹ മുഹമ്മദ് മുസ്തഫ. ഹൃദയം കൊണ്ടൊന്ന് സ്നേഹിച്ചാൽ, കൽബ് കൊണ്ട് ആ പുന്നാര റസൂലുള്ളാഹിയുടെ സഹചാരിയായ അലി റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ഇഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഈ ഉമ്മത്തിന് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ 1/3.
വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമൻ അഹബ്ബഹു ബിഖൽബിഹി വലിസാനിഹി, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഇഷ്ടപ്പെട്ടാൽ. നാവ് കൊണ്ടെന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുക, അലി റളിയല്ലാഹുവിനെ കുറിച്ച് പാടുക, അലി റളിയല്ലാഹുവിന്റെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക, അതോടൊപ്പം തന്നെ ഖൽബ് കൊണ്ട് ഒരു സ്നേഹം ഖൽബിലുണ്ടായിരിക്കുക. അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയാൽ ഈ ഉമ്മത്തിന്റെ 2 പ്രതിഫലം അവർക്കുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വമൻ അഹബ്ബഹു ബിഖൽബിഹി വലിസാനിഹി വയദിഹി, കൈകൊണ്ട്, ഖൽബ് കൊണ്ട്, നാവ് കൊണ്ട് അലി റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു പോയാൽ സവാബു ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുഴുവനും പ്രതിഫലം ആ ഒരു വ്യക്തിക്ക് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ റബീഉൽ അവ്വൽ ഇതിനേക്കാളും വലിയൊരു സമ്മാനം നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഉമ്മത്തിന്റെ മുഴുവനും പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഖൽബ് കൊണ്ട്, നാവ് കൊണ്ട്, കൈ കൊണ്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു കൈ കൊണ്ട് വെറുത്തിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വെറുത്തിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു തന്റെ ഇടം കാണിക്കുമ്പോഴാണ് കൈ കൊണ്ടുള്ള ഇഷ്ടം വരിക. അല്ലാതെ കയ്യിൽ അലി റളിയല്ലാഹു അൻഹു മൈലാഞ്ചി ഇടുന്ന പോലെ പെണ്ണുങ്ങൾ എഴുതി വെക്കണ പോലെ എഴുതി വെച്ചുകൊണ്ട് നടക്കലല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അലി റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്താ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയം, കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിൽ പഠിക്കുന്ന സമയം, അവിടെ മദ്രസയിൽ 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അവിടെ സമസ്തയുടെ ഒരു കലാമത്സരം നടന്നു റബീഉൽ അവ്വലിൽ. അവിടെ പാട്ട് പാടി ഫസ്റ്റ് വാങ്ങിയാൽ പിന്നെ മലപ്പുറത്ത് പോയി പാടാം. അങ്ങനെ എന്ത് ചെയ്തു, ഉസ്താദുമാരൊക്കെ പറഞ്ഞു എന്തായാലും നീ പാടണം. അങ്ങനെ പാട്ട്, അന്ന് പാട്ടൊന്നും അറിയില്ല. എന്റെ വാപ്പാക്ക് ആകെ അറിയുന്ന ഒരു പാട്ട് കായലരികത്ത് വലയെറിഞ്ഞപ്പോഴെന്നുള്ള പാട്ട്. അത് പാടിയ സമ്മാനം കിട്ടൂല, മറച്ചെന്ന് പിരിച്ചുവിടുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്തു, അത് പറ്റിയില്ല. അപ്പൊ അവിടെ അന്ന് ഉണ്ടായിരുന്ന ഒരു സ്വാദിഖ് ഉസ്താദ് ഉണ്ട്. ഇപ്പൊ ആളുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, ഒരുപാട് വർഷമായി. അപ്പോ അവിടുത്തെ മറസെ പഠിപ്പിച്ചിരുന്ന ഒരു സ്വാദിഖ് ഉസ്താദായിരുന്നു. മൂവാറ്റുപുഴക്കാരനോ തൊടുപുഴക്കാരനോ അന്തേത് ഭാഗത്തുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറെ പാട്ടുകൾ ഇങ്ങനെയുണ്ട്. അപ്പൊ തന്നിട്ട് പറയാം, മുത്തൈലി അന്ന് അവിടെ അദ്ദേഹം പഠിക്കുകയാണ്, മുത്തൈലിയുമായിട്ട് പഠിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയറി എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള പാട്ട് നമ്മൾ മുത്തൈലി നിങ്ങൾ മദ്രസ നമുക്ക് കൊടുക്കുമല്ലോ എഴുതിയെടുക്കാൻ വേണ്ടി. അപ്പൊ അതിലിങ്ങനെ നോക്കിയിട്ട് ഒരു പാട്ട്, വലിയൊരു പാട്ട്, നല്ല അന്ന് പഴയ കാലത്ത് യേശുദാസൊക്കെ കാസുലൊക്കെ പാടി സമ്മാനമൊക്കെ നമുക്ക് ഈ ഒരുപാട് ആളുടെ നബിദിനാഘോഷത്തിനും മറ്റു പരിപാടിക്കൊക്കെ പാട്ട് പാടി സമ്മാനം വാങ്ങിയ പാട്ട്. അപ്പൊ പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയെങ്കിലും എഴുതിയെടുത്തു. അപ്പൊ അതെന്ത് ചെയ്തു, അത് പാടി. ആ പാട്ട് അലി റളിയല്ലാഹുവിന്റെ ചരിത്രമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ആ പാട്ട് അലി റളിയല്ലാഹുവിന്റെ ചരിത്രമാണ്. ആ പാട്ട് നിങ്ങൾക്കറിയാം, അത് ഒരുപാട് സദസ്സിൽ ഞാൻ പാടിയിട്ടുണ്ട്. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അത് പാടി അവിടെ നിന്ന് സമ്മാനം വാങ്ങി മലപ്പുറത്ത് പോയി അത് പാടി. മലപ്പുറത്ത് പോകുമ്പോൾ പിന്നെ അവിടുത്തെ പാട്ട് നമ്മളെ പാട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അവിടെ മൈക്കൊക്കെ കയ്യിൽ വെച്ച് ഡാൻസ് കളിച്ചൊക്കെയാണ് പാടുക. നമ്മളെ പോലെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അസ്സലാമു അലൈക്കും എന്നല്ല. നമ്മൾ ചലിക്കണമെങ്കിൽ ജഡ്ജസ് പിടിച്ച് കുലുക്കണം, എന്നാലേ നമ്മൾ ചലിക്കുള്ളൂ. നമ്മൾ തിരുവനന്തപുരം തെക്കൻ മേഖലയൊക്കെ എങ്ങനെയാ. അപ്പൊ അവിടെ പോയി അത് പാടി. അപ്പോഴും ആ വാക്കുകൾ, ആ മനോഹരമായ ഈരടികൾ, അതിനകത്ത് മഹാന്മാരായ എഴുത്തുകാർ ചേർത്ത് വെച്ചിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള വാക്കുകൾ. പണ്ടവൻ തന്നോട് ദീനിനുൾ കൊണ്ട് നിന്തുള്ളോരാദരധീരരേ, മക്കാമണൽ തട്ടിന്തിക്കൊക്കെ വെട്ടിച്ച ഹക്കാറിന്നലി ഹൈദർ ശൂരരേ, പിണ്ട് അശുവതേ എന്നുള്ള കെലിമത്ത് കൊണ്ട് നടന്നവരെന്നും മാനിയത്ത്, മണ്ടന്മാരായുള്ളൊരു അറബീതൻ കൂട്ടത്ത് കണ്ടപ്പോ നബിയോടൊത്തവരും വ്യസനിത്ത്, മങ്ങാത്തൊരു മാൻ പൂമാരേ ദീനിൽ മായാത്തൊരു ബഹുമാനരേ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അവിടെ തുടങ്ങുകയാ. അന്ന് മദ്രസയിൽ പഠിക്കുന്ന സമയം പോലും മനസ്സിന്റെ അകത്ത് വിരിച്ചു പോയതാ. ആ പാട്ടിനിടയിൽ എത്ര പ്രാവശ്യമാണ് പറയുന്നത് വീരപ്പുലി എന്ന് പറയുന്നത്, എത്ര പ്രാവശ്യമാ യോദ്ധാവെന്ന് പറയുന്നത്, എത്ര പ്രാവശ്യമാ. അല്ലാഹുവേ, ആ മഹാനുഭാവനോടുള്ള മഹബത്ത് എന്ന് തുടങ്ങിയതാ. എന്റെ കൊച്ചാലമോട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പാട്ടിലൂടെയല്ല നിനക്കുന്ന ആ ചരിത്രം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് മുമ്പിലൂടെ മക്കയുടെ മദീനയുടെ മണത്തടികൾ അത്ഭുതം കൊണ്ടുപോയ ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങള് കിതാബുകളിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് സമർപ്പിക്കുമ്പോ സമയം പാഴാക്കാതെ 2 കൈകൊണ്ട് കൽബിലേക്ക് അമർത്തി വെച്ച് സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവേ, അവർക്ക് ഇസ്ലാമിന് വേണ്ടി സഹിച്ചതും കഷ്ടപ്പെട്ടതുമായ ജീവിതത്തിന്റെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അല്ലാ എന്ന് ചിന്തിച്ചിട്ട് പരമാവധി എന്തൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യണം മോനെ. 22 വയസ്സുള്ള മിഥിലാജ് എന്ന പൊന്നുമോന്റെ മയ്യത്തിന്റെ മുമ്പ് പൊട്ടിക്കരിഞ്ഞ പോലെ ചെറുപ്പ
ചെറുപ്പക്കാരാണ് കൊച്ചാലമൂട് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവൻ അള്ളാഹു കൊടുത്ത ജീവിതത്തിന്റെ പര്യവസാനം അതോടുകൂടി കഴിഞ്ഞു പോയെങ്കില് അള്ളാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, അള്ളാഹു ആഫിയത്ത് തന്ന ചെറുപ്പക്കാരാ, അള്ളാഹു നല്ല മക്കളെ തന്ന ഉമ്മ, മിഥിലാജിന്റെ പ്രിയപ്പെട്ട ഉമ്മ പൊട്ടിക്കരയുമ്പോ അള്ളാഹു തന്ന മക്കളെ കവിളത്ത് മുത്തം കൊടുത്തുകൊണ്ട് സീരിയലിന്റെയും സിനിമയുടെയും പൂരപ്പറമ്പിന്റെയും ഉള്ളറയിൽ വഴികേട് തരത്തിലേക്ക് മക്കളെ കൊണ്ടുപോകാൻ എങ്ങനാണ് പൊന്നുമോളെ നിനക്ക് കഴിയുക? ഒരു മാറ്റമുണ്ടാക്കണം നോളേ. പാവപ്പെട്ടവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും വീട് വെച്ചു കൊടുക്കാനും ഒക്കെ സംഘടനക്കാർ ഇതുപോലെ വാളൊരുക്കുന്നതാകട്ടെ. അതിനുവേണ്ടി മാത്രമായിട്ട് പോയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസ് എന്തെന്നറിയോ? മുത്തുനബി തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു സഹാബത്ത്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, സഈദ കുല്ലു സഈദ്. അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചവരൊക്കെ ഉറപ്പായും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കും നബിയേ. അലിയാർ തങ്ങളെ വെറുത്തവരൊക്കെ നാളെ പരലോകത്ത് പരാജയപ്പെട്ടു പോകും നബിയേ. ആ വാക്കിനെ മുൻനിർത്തിയിട്ട് എന്റെ കൊച്ചാലമോട് വന്നവർക്ക് ആ ചരിത്രം ഒന്ന് പഠിക്കാൻ തുടങ്ങിയാലോ? ജനനം മുതൽ മരണം വരെയുള്ള ഒരു നിമിഷം പോലും നഷ്ടപ്പെട്ടു പോകാതെ പറഞ്ഞ് പഠിക്കാൻ നമുക്ക് കഴിയില്ല. പ്രധാനപ്പെട്ട നാം പഠിക്കേണ്ടുന്ന ചരിത്രത്തിന്റെ ഭാഗത്തിലൂടെ ഒന്ന് യാത്ര ചെയ്തു പോയാലോ? അലി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയുടെ മകനായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു.